അവിടെ STC എന്ന് പറഞ്ഞൊരു ഭവനമാണ്, സിലീഷ്യൻ ട്രെയിനിങ് സെൻറ്റർ. ഈ ഗോഹട്ടിയിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് പോകുന്ന വഴിയാണല്ലോ ചിറാപുഞ്ചി. അല്ല, അത് ഷില്ലോങ്ങിൽ നിന്ന് പിന്നെ ഒരു 50 കിലോമീറ്റർ വേറൊരു ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ചിറാപുഞ്ചി, മേഘാലയയിൽ അവിടെയാണ്. സോ അതെല്ലാം നമുക്ക് കാണാനും പറ്റി, അറിയാനും പറ്റി. സോ ഇങ്ങനെ ആദ്യമായിട്ട് ഞാൻ അവിടെ പോവുകയാണ്. എന്നെ അവിടുത്തെ കമ്മ്യൂണിറ്റി സ്വീകരിച്ചു. പിന്നെ ഞാൻ ആദ്യം കണ്ടത്, സന്തോഷപ്പെട്ടത്, കേരളത്തിൽ നിന്ന് ഒത്തിരി യുവാക്കളുണ്ടായിരുന്നു അവിടെ. അപ്പം ഈ സെമിനാരിയിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേരെല്ലാം അവിടുത്തെ ട്രൈബൽ ആൾക്കാരായിരുന്നു. സോ എൻ്റെ ബാച്ചിൽ 17 പേരിൽ ഒരു 10 പേരെങ്കിലും കേരളത്തിലുള്ളവരായിരുന്നു. മറ്റുള്ളവരെല്ലാവരും ഹിന്ദിക്കാരും പിന്നെ ആദിവാസി, ബോറോ, ഇങ്ങനെയുള്ളവർ, പല ഗോത്രമുള്ളവരായിരുന്നു. പിന്നെ സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ്, ഞങ്ങളൊരു 40-45 പേര് മൈനർ സെമിനറി എന്ന് പറഞ്ഞ അസ്പാരൻറ്റേറ്റാണ് ഞങ്ങളുടെ. അസ്പാരൻറ്റേറ്റ് എന്ന് പറയും. ഫസ്റ്റ് ഇയർ അവിടെ പോയി. എനിക്ക് ഓൾറെഡി ഒരു പ്രീ കൺസീവ്ഡ് ഐഡിയ ഉണ്ടായിരുന്നു. കാര്യം എൻ്റെ ഒരു സുഹൃത്ത് ഒരു സെമിനറിയിൽ പോയിട്ട് തിരിച്ചു വന്നു. അതുകൊണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെയാണ് അവർ പ്രാർത്ഥനയും ഇതും. അവർ ഊണ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഉറങ്ങാൻ പറയും, കാര്യം നിങ്ങൾക്ക് നല്ല അറിവ് ഇതൊക്കെ കിട്ടണം, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു പ്രീ പ്ലാൻഡ് ഇൻഫർമേഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഭക്ഷണം കഴിഞ്ഞ ഉടനെ, രണ്ടാമത്തെ ദിവസം ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഞാൻ എല്ലാവരെയും അവർ എൻ്റെ സഹായിക്കുന്ന ഒരു അസിസ്റ്റൻറ്റ് ബ്രദറുണ്ട്, ഇംഗ്ലീഷിലെന്തോ പറഞ്ഞു എല്ലാവരോടും. എല്ലാവർക്കും മനസ്സിലായി, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എല്ലാവരും ഓടിയത് ഡോർമെറ്ററിലേക്ക് ഓടി. എല്ലാവരും ഡ്രസ്സ് മാറ്റി. അപ്പോൾ ഞാനും ഞാൻ മാറ്റിയ ഡ്രസ്സ് ഉറങ്ങാനുള്ള ഡ്രസ്സായിരുന്നു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിഞ്ഞിട്ട് സാധാരണ ഒരു ഉറക്കമുണ്ടല്ലോ, അതിനായിരിക്കാം ബ്രദർ പറഞ്ഞതെന്ന് വിചാരിച്ച്. അറിവും കിടപ്പുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ബുദ്ധികൂടാനായിട്ടുള്ള ഉറക്കം. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാനും ഡ്രസ്സ് മാറ്റി ഞാനും കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും പുറത്തു പോകുന്നു. ഈ ബോയ്സ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പുറത്തു പോകുന്നു. അപ്പോൾ ഞാനും അവരുടെ പുറകിലേക്ക് പോയപ്പോൾ അവിടെ ആ ബ്രദർ കൊടുക്കുന്നത് ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ മനസ്സിലായി. ഒരുത്തനെ ഒരു പാടത്ത് കിടയ്ക്കാനും, ഒരുത്തനെ ക്ലീൻ ചെയ്യാനും, ഒരുത്തനെ പച്ചക്കറി ചെയ്യാനും. എനിക്ക് കിട്ടിയതെന്ന് വിറക് വെട്ടുന്ന ജോലിയാണ്. അങ്ങനെ സ്ലോലി നമ്മുടെ സലീഷ്യ ഫോർമേഷൻ ലൈഫ് എന്തെന്ന് പഠിക്കാനും അതിൽ വളരാനും. പിന്നെ കൂടുതലും ഞങ്ങൾക്ക് ഒരു കൊല്ലം ഡ്രില്ലിങ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷും പിന്നെ ഡോൺ ബോസ്കോയെക്കുറിച്ചും പ്രീസ്റ്റ്ഹുഡിനെ കുറിച്ചും ഇങ്ങനെയുള്ള ഭയങ്കര ഒരു പഠനമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, എൻ്റെ ഒരു റെക്ടറച്ചൻ, ആദ്യത്തെ റെക്ടറച്ചൻ, പുള്ളി കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു മാസത്തിനൊരിക്കൽ ഒരു റന്തിക്കൊന്തോ എന്ന് പറയും. അപ്പോൾ ഈ മീറ്റിംഗ് ദ റെക്ടർ ഫോർ പേഴ്സണൽ ടോക്ക് എന്ന് പറയും. അപ്പോൾ ഞാൻ പേടിച്ചാണ് പോകുന്നത്. കാര്യം എനിക്ക് എന്നെ സംസാരിക്കണമെന്നറിയില്ല. എല്ലാം ഉണ്ട് മനസ്സിൽ, പക്ഷേ എങ്ങനെ പുറത്തു വരുമെന്നറിയില്ല. അച്ഛൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ട് കുറച്ചൊക്കെ സംസാരിച്ചു. അച്ഛൻ അങ്ങനെ കേട്ടും കൊണ്ട് എന്നോട് പറഞ്ഞു, രാജേന്ദ്രന് മലയാളം അറിയോ? അറിയാം, ഇച്ചിരിയൊക്കെ സംസാരിക്കാം, മലയാളത്തിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതൊന്നും അച്ഛനെ ഇംഗ്ലീഷിലൊന്നും മനസ്സിലായില്ല. അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അച്ഛനെ കുറച്ച് മലയാളത്തിൽ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ ഞങ്ങൾ ചെറുപ്പപ്രായത്തിൽ തന്നെ മിഷൻ തീഷ്ണതയെ ഈ അച്ഛൻ ഞങ്ങൾ പഠിപ്പിച്ചു. ഞായറാഴ്ച തോറും അച്ഛന് വില്ലേജിൽ മിഷന് പോകുമായിരുന്നു. പോകുമ്പോൾ എല്ലാ ഞായറാഴ്ചയും 2-3 ബ്രദേഴ്സിനെ അച്ഛൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകും. ഇത് എനിക്ക് ഒത്തിരി അവസരം കിട്ടിയിട്ടുണ്ട് അച്ഛനോട്. കാര്യം ഞാൻ കുറച്ച് തീഷ്ണതയോടെ എല്ലാ കാര്യവും അവിടെ പോയാലും കളിയായാലും ലാംഗ്വേജ് അറിഞ്ഞുകൂടായെങ്കിലും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞുകൂടായെങ്കിലും ഇവരോട് അച്ഛൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ചൊക്കെ എനിക്ക് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും ഞങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ സാധാരണ അവിടുത്തെ ട്രൈബൽ ജനങ്ങളുടെ ജീവിതത്തെയും അവരുടെ സിമ്പിൾ ഫെയ്ത്ത് ഉണ്ടല്ലോ, അതിന് അറിയാൻ പറ്റി. വില്ലേജ് വണ്ടിയെ ഒരിടത്ത് ഇട്ടേച്ച് ഞങ്ങൾ 1 മണിക്കൂർ നടന്നാണ് ചില റിവറൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് വില്ലേജ് പോകുന്നത്. അവിടെ പോകുമ്പോൾ ഞങ്ങൾ പള്ളി എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ച് നമുക്കിവിടെ ഉള്ള പള്ളിയെ പോലെ തന്നെ അവിടെ ഒരു ഷെഡിട്ട് അതിൻ്റെ അകത്തിരുന്ന് കണ്ടാണ് കുർബാന അർപ്പിക്കുന്നതും. പിന്നെ പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരോട് ഞങ്ങൾക്ക് കുർബാനയ്ക്ക് മുമ്പ് കളിക്കണം, അവരോട് ഇങ്ങനെയുള്ള ഈ അച്ഛൻ്റെ ആ ഒരു തീഷ്ണത. പിന്നെ ഈ ആത്മീക കാര്യങ്ങൾ മാത്രമല്ല അച്ഛന് ചെയ്യുന്നത്. ഈ കുർബാന കഴിഞ്ഞ ഉടനെ എല്ലാവരും വീട് സന്ദർശിക്കുക പറയുമ്പോൾ അവർക്ക് വീടില്ല, ചെറിയൊരു മാടവയെന്നുള്ളൂ. അവരുടെ കൂടെ ഈ അച്ഛൻ
അവരുടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു ഫയർ പ്ലേസ് ആണ്. അവിടെ ഇരുന്ന് അവരോടൊക്കെ കാര്യങ്ങളൊക്കെ പറയുക, സംസാരിക്കുക, ഇതെല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഫസ്റ്റ് ഇയർ എൻ്റെ അസ്പാരൻറ്റേറ്റിൽ ആ വില്ലേജിൽ നിന്ന് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന ആ വില്ലേജിൽ നിന്ന് ഒരാൾ സീരിയസ് ആയിട്ട് ടൗണിൽ ഷില്ലോങ്ങിൽ കൊണ്ടുവന്നു. ഈ അച്ഛൻ എന്നെയും കൊണ്ടാണ് പോയത് അവിടെ ഈ രോഗിയെ നോക്കാൻ വേണ്ടിയിട്ട്. ഡോക്ടർ അച്ഛനെ കണ്ടേച്ച് പറഞ്ഞു, ഏതായാലും ഇയാൾ ജീവിക്കാൻ പോകുന്നില്ല, ഇതിൻ്റെ അവസാന ഘട്ടമാണ്, ഇവിടെ ഇരുന്നാലും നിങ്ങൾക്ക് എവിടെ വെച്ച് മരിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. അപ്പോൾ പുള്ളിയുടെ മകൻ പറഞ്ഞു, അപ്പനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ കൊണ്ടുപോകും? അച്ഛൻ അവിടെ ഉടനെ ഇനിഷ്യേറ്റീവ് എടുത്ത് പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ വണ്ടിയിൽ ഈ ബോഡി ഇരിക്കാൻ പറ്റിയല്ല, അങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ഒരു ഡെഡ് ബോഡിയാണ്, ഓൾമോസ്റ്റ് ഡെഡ്. ഞാൻ മുമ്പിലിരിക്കുക, പുറകിൽ ഈ ബോഡി, പിന്നെ മകനും, അച്ഛൻ വണ്ടി ഓട്ടിക്കുക. അങ്ങനെ ഈ വ്യക്തിയെ ഞങ്ങൾ വീട്ടിൽ കൊണ്ട് അടക്കിയിട്ട് ആണ് തിരിച്ച് വരുന്നത് അന്ന് രാത്രി. ഇതെല്ലാം എനിക്ക് ഭയങ്കര ഒരു അനുഭവവും, ഈ ഒരു ജീവിതം നമ്മൾ സ്വീകരിച്ചാൽ എങ്ങനെയാണ് പ്രവർത്തിക്കണമെന്നുള്ള വലിയൊരു പാഠമാണ് എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ ഉള്ളവർക്ക് കിട്ടിയത്.